ഗുരുവായൂർ പോകുമ്പോൾ വെറും കൈയോടുകൂടി പോകരുത്. ഒരു ഉണ്ണി അവിടെ ഇരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ആ ഉണ്ണി എപ്പോഴും നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് വളരെ കൊതിയോടുകൂടി ഇരിക്കുകയാണ്. വെറും കൈയോടെ ഗുരുവായൂർ പോകരുത്, എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണം പറഞ്ഞു. അപ്പോൾ ഒരമ്മ എന്നോട് പറഞ്ഞു, ഗുരുവായൂർ പോയപ്പോൾ തന്നെ അമ്മ പറഞ്ഞു, ഞാൻ എപ്പോഴും ഭഗവാന് നല്ല താമരപ്പൂക്കൾ കൊടുക്കാറുണ്ട്, നല്ല ഭംഗിയുള്ള താമരപ്പൂക്കൾ. അപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ അടുത്ത്, ഞാൻ ഗുരുവായൂർ പോകുമ്പോൾ ഗുരുവായൂരപ്പൻ എപ്പോഴും നല്ല താമര കൊടുക്കും, അത് ഞാൻ അകത്ത് കൊണ്ടുപോയി വെക്കാറില്ല, അവിടെ ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ കൊണ്ടുപോയി കൊടുക്കുന്നതാണ്. ആ അമ്മ പറഞ്ഞൊരു കാര്യം എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള കാര്യമാണ്. ഭഗവാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കുറേ വെണ്ണയോ പഴമോ ഓടക്കുഴലോ മയിൽപ്പീലിയോ താമരയോ ഒന്നും കൊണ്ടു കൊടുക്കുന്നില്ല. അമ്മ പറഞ്ഞത് ചെയ്തിട്ട് വേണം നിങ്ങൾ കൊടുക്കാൻ. ഭഗവാനോട് പ്രാർത്ഥിക്കണം. ആ താമര പിടിച്ചുകൊണ്ട്, ഭഗവാനെ ഇത് എൻ്റെ കർമ്മങ്ങളാണ്, ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അവിടത്തേക്കുള്ള അർച്ചനയാണ്.